സുഖലോലുപത എന്ന് പറയുമ്പോൾ സുഖത്തിൽ എല്ലാം നമ്മുടെ സൗകര്യം, എല്ലാം നമ്മുടെ സൗകര്യം, നമുക്ക് സൗകര്യവും സുഖമുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. സുഖലോലുപത. ഇപ്പം രാവിലെ ചില കുഞ്ഞുങ്ങളൊക്കെ 7 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുന്നത്, പെൺപിള്ളേരാണ് ഭയങ്കര ഉറക്കക്കാർ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് സുഖലോലുപതയുടെ ഭാഗമാണത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഉറക്കക്കാർക്ക്. കാര്യം 5 മണിയാകുമ്പോൾ എഴുന്നേക്കാൻ ബാധ്യസ്ഥരാണ്, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ബെഡിൽ പിന്നെയും ചൂണ്ടിക്കൂടി കിടക്കണം എൻ്റെ ഉദ്ദേശത്തിലാണ്. ആരാണ്ട് വേല എടുത്ത് തരൂ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ വേല എടുക്കണമെങ്കിൽ വൈക്കാണ്ടി പ്രേ. എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല? ആ സമയത്ത് 2 മണിക്കൂറാണ് പ്രാർത്ഥിക്കേണ്ട സമയം പോയിരിക്കുന്നത്. 5 മണിക്ക് എഴുന്നേക്കുന്ന ആൾ എങ്ങനെ ഒരു ജപമാല എല്ലാവർക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, 7 മണിക്ക് എഴുന്നേക്കുന്ന ആളെ 2 മണിക്കൂറാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴേ എപ്പോഴാണ് ഹൃദയം നിർവീര്യമായി പോണത്? സുഖലോലുപത, പിന്നെന്താണ്? മദ്യാസക്തി. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം നിർവീര്യമാകുകയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിർവീര്യമാകണ വഴി കണ്ടില്ലേ ഇപ്പോഴും? ഇപ്പൊ 1 തെസ്സലോനിക്കർ 5:19 പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിർവീര്യമാകരുത്. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നിർവീര്യമാകണത്? ഹൃദയം നിർവീര്യമാകുമ്പോൾ പരിശുദ്ധാത്മാവിടെ ഇരിക്കപ്രതി ഉണ്ടാകാതെ വരും, പരിശുദ്ധാത്മാവ് ഔട്ടാവും. ഹൃദയത്തെ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഹൃദയത്തെ നിർവീര്യമാക്കണത് എന്താണ്? സുഖലോലുപത. പറഞ്ഞ് മദ്യാസക്തി. മദ്യാസക്തി എന്ന് പറയുമ്പോഴേ ആസക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുഴപ്പക്കാരനാണ് മദ്യാസക്തി. പക്ഷെ വേറെ എന്തെല്ലാം തന്നെ ആസക്തികളുണ്ട്. ഒരു വീട്ടിൽ ഇപ്പോൾ പ്രാർത്ഥന മാറ്റി 9:30 സീരിയൽ മാറ്റിയപ്പോൾ പ്രാർത്ഥനയുടെ ടൈം മാറി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അതാണ് പ്രശ്നം. സീരിയലിൻ്റെ ടൈം പഴയ വല്യമ്മ കാണുന്ന വല്യമ്മേണേ, അതാണ് സങ്കടം. നമ്മൾ ചെറുപ്പം വല്യമ്മമാരാണ് ഇപ്പോൾ ഈ സീരിയലിൻ്റെ ആൾക്കാരായിട്ടിരിക്കണം ഇപ്പോൾ കൂടുതൽ. ഞാൻ വഴക്കൊന്നും പറയണില്ല, ഒരെണ്ണമൊക്കെ കണ്ടോ. കാര്യം വീട്ടിൽ പണിയൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി പണി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ അവർക്ക് വേറെ എവിടെ പോകാനാണ്? ആണുങ്ങൾക്ക് എവിടെയും പോകാം, അവർക്കൊരിടത്തും പോകാനില്ല. അതുകൊണ്ട് അവർ 1-2 ഇത് കാണും. നമ്മളതിൻ്റെ അകത്ത് അവിടെ കഴുത്തെ പിടിച്ച് പെടയ്ക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് കണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വേറെ അരുവി കയറ്റി വിടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിൻ്റെ സങ്കടവും അതിൻ്റെ ദേഷ്യവും അതിൻ്റെ ശൃംഗാരവും ഒക്കെ ആത്മാവൊക്കെ അറിഞ്ഞാൽ പിന്നെ നന്മ നിറഞ്ഞ വഴി ചെല്ലുമ്പോൾ ചെറിയ വിറ്റിട്ടപ്പോൾ പഠിക്കാൻ തുടങ്ങും. അതാണ് കുഴപ്പം വരണേ. പ്രാർത്ഥനയെ പൊല്യൂട്ട് ചെയ്യരുത്. വേറെ അരുവി കയറി വന്നാൽ പ്രാർത്ഥനയെ പൊല്യൂട്ടഡാകും, അത് ശ്രദ്ധിക്കണം. ഇപ്പം എന്താ പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. എന്താ കാര്യം? ആസക്തി, കണ്ണിൻ്റെ ആസക്തി, ശരീരത്തിൻ്റെ ആസക്തി, കണ്ണിൻ്റെ ദുരാശ ഇല്ലേ? 1 യോഹന്നാൻ 2:17 കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്നിവയാൽ ഹൃദയം അന്ധമാകുന്നു. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, പിതാവിൻ്റെതാണെന്ന്. പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ഇത് ലോകത്തിൻ്റെതാണ്. അതാണ് കുഴപ്പം. ഹൃദയം എപ്പോഴാണ് നിർവീര്യമാകണത്? ലോകാരുവി കയറി വരുമ്പോൾ ഹൃദയം നിർവീര്യമാകും അല്ലേ? ഹൃദയം എപ്പോഴാണ് നിർവീര്യമാകണത്? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്ന് 1 യോഹന്നാൻ 2:17 പറയുന്നുണ്ട്. ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന്. അതാണ് പ്രശ്നം. പിന്നെ ആരുടേതാണ്? ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങളും. എന്ത് വിഷയം ഉണ്ടായാലും ലോകത്തിൻ്റെ എല്ലാം കടന്നു പോകും, നമുക്കൊന്നും കൈ കിട്ടത്തില്ല. അത് എന്തുമാത്രം ഡാമേജ് നമുക്കുണ്ടാക്കാം, അത്രയും ഡാമേജ് ഉണ്ടാക്കിയിട്ട് അത് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന ലോകാരൂപിയാണ് ഹൃദയത്തെ നിർവീര്യമാക്കുന്നത്. കണ്ണിൻ്റെ ദുരാശ, ഹൃദയത്തിൻ്റെ നിർവീര്യമാക്കുന്നത് എന്തൊക്കെയാണ്? സുഖലോലുപത, മദ്യാസക്തി. മദ്യാസക്തിയുടെ കൂടെ തന്നെ ഈ ആഭരണ ആസക്തിയുണ്ട് ഇല്ലേ? വസ്ത്രത്തിൻ്റെ ആസക്തിയുണ്ട്. ഇപ്പോൾ ഓണത്തിന് ക്രിസ്മസിനും വസ്ത്രം എടുത്തില്ലെന്ന് പറഞ്ഞ് ആൾക്കാർ ആത്മഹത്യ ചെയ്യണില്ലേ വീട്ടിൽ? ഓണത്തിന് വസ്ത്രം എടുത്തില്ല, അനിയത്തിക്ക് എടുത്തപ്പോൾ എനിക്കെടുത്തില്ല, ചേടത്തിക്ക് എടുത്തപ്പോൾ എനിക്കെടുത്തില്ല, അളിയനെ എടുത്തപ്പോൾ അമ്മായിമ്മക്ക് മേടിച്ചില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇതെല്ലാം ആസക്തിയുടെ പ്രശ്നമാണ്. നിങ്ങളിതൊക്കെ ആഘോഷമായിട്ട് വീട്ടിൽ ആഘോഷിച്ച സംഭവങ്ങളാണേ. ഓരോരുത്തർക്ക് ഉടുപ്പെടുത്തപ്പോൾ അവർക്ക് എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതല്ല ഇതിൻ്റെ അതിൽ പിന്നെ സഫ പിടിക്കണ ഓരോ വസ്ത്രം, അതിൻ്റെ വസ്ത്രം ഇഷ്യൂ ആക്കി. നിങ്ങൾ ഇഷ്യൂ ആക്കുന്ന എല്ലാം ആസക്തികളാണ്. ചോറും കറി ഉൾപ്പെടെ വിഷയങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വിടുംബത്തിൽ ഇഷ്യൂ ആക്കുന്നുവോ അതെല്ലാം ആസക്തികളാണ്. ഞാനും ഇത് പറയാൻ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കറി വന്നില്ലെങ്കിൽ നമ്മുടെ മോന്ത മാറും അല്ലേ? എനിക്ക് ചില സ്ഥലത്ത് മാറും.
ഇതൊക്കെ ആസക്തിയാണെന്ന് ആർക്കറിയാം? കർത്താവ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോഴല്ലേ ദൈവമേ ഈ പണ്ടാരം ആസക്തിയായിരുന്നാ. ഈ പിന്നീട് തന്നെ എന്താണ് ഓർപ്പിക്കേണ്ട പരിശുദ്ധാത്മാവ്? കർത്താവ് എന്താ ഈ 16:24 യോഹന്നാന്റെ സുവിശേഷം എന്താ പറയണത്? അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഈ ഭക്ഷണത്തിൻ്റെ പേരിലും കറിയുടെ പേരിലും കറിയുടെ നിറത്തിൻ്റെ പേരിലും കറിയുടെ രുചിയുടെ പേരിലും കംപ്ലൈൻറ്റ് പറയുന്ന ആളിന് എന്താണില്ലാത്തത്? ആശമടക്കമില്ല. എൻ്റെ അപ്പൻ്റെ തെറ്റ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ അപ്പന് ഒരു വലിയ തെറ്റ് സംഭവിച്ച ആളാണ്. കാര്യം എൻ്റെ അമ്മ ഒരു 90% പൊട്ടിയായിരുന്നു. 90%. ഇപ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരുടെയും ധ്യാനമല്ലേ ഇത്, ഇങ്ങനെ കേട്ടോ. എൻ്റെ അമ്മ 90% പൊട്ടിയായിരുന്നു. കാപ്പി ചോദിച്ചാൽ കല കൊണ്ടുവന്ന് കൊടുക്കും. ആ കല അപ്പനെ എടുത്ത് പൂര ഇറങ്ങണം കാണാൻ. ഇവർ തമ്മിലുള്ള കുസ്തി എൻ്റെ കൊച്ചുനാളിലുള്ള ഉത്സവമായിരുന്നു. കാര്യം അമ്മയ്ക്ക് കേൾക്കാൻ പാടില്ല. അമ്മ 6ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി, കടത്ത് വെള്ളം മുങ്ങി, ആൾ ചത്തുപോകൊണ്ടാണ്. ആൾക്കാർ വലിച്ച് കരക്കയറ്റിയപ്പോൾ നീർക്കെട്ടി ചെവി രണ്ടും പൊട്ടിപ്പോയി. പക്ഷെ ഞാനിരുന്ന് ഓർക്കുകയെ, അമ്മ ഇതുപോലെ അമ്മയോടുകൂടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം വേണ്ടി വരും. എന്താ കാര്യം? പരിശുദ്ധാത്മ ഫലങ്ങൾ സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം ഇല്ലേ? പരിശുദ്ധാത്മാവിന് ഇത്രയും ഫലങ്ങൾ എൻ്റെ അപ്പനെ ഉണ്ടാക്കാൻ വരുന്ന അമ്മയെ വെച്ചോണ്ട്. അമ്മയ്ക്ക് എന്താ കാര്യം? അപ്പനെ അക്കാലങ്ങളിൽ കരച്ചമാരും ധ്യാനമില്ല, അതിൽ കുഴപ്പമായി പോയത്. എന്താണ്? ദൈവവചനം അറിയാൻ പാടില്ലാത്ത കാരണം തെറ്റ് സംഭവിക്കണമെന്നല്ലേ? 22-29 ലൂക്കായുടെ സുവിശേഷം. ദൈവവചനം അറിയാൻ പാടില്ലാത്ത കാരണം തെറ്റ് സംഭവിക്കുന്നു. അപ്പനെ അന്നത്തെ കാലത്ത് മലയാളം ബൈബിളില്ല, എല്ലാം ലത്തീൻ ബൈബിളല്ലേ. മലയാളം ബൈബിളില്ല. മലയാളം ബൈബിൾ വ്യാഖ്യാനിച്ച് കൊടുക്കാൻ ധ്യാനകേന്ദ്രങ്ങളില്ല. അതുകൊണ്ട് എൻ്റെ അപ്പന് തെറ്റ് സംഭവിച്ചു. എന്താണ്? എൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അപ്പനിന്ന് ഒരു ചാവർക്കൊരിയൊക്കെ സായനം. എന്താ കാര്യം? ഈ പൊട്ട ആളുള്ള ആളിനോട് ജീവിക്കുമ്പോൾ നമുക്ക് ആത്മസമീനം ഉണ്ടാവും ഇല്ലേ? ഇപ്പം നമുക്ക് അതായത് ശരീരത്തിൻ്റെ അഭിലാഷം, അതായത് സുഖലോലുപത, ശ്രുതികട ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം എന്ന് പറഞ്ഞ് ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അപ്പോൾ എൻ്റെ അമ്മയുടെ ആ ഒരു കിളവിക്കുറവുള്ള ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അപ്പന് എത്രയോ പുണ്യങ്ങൾ വളരാമായിരുന്നു അല്ലേ? എന്തൊക്കെയാണുള്ളത്? ആത്മസംയമനമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്, നന്മയുണ്ട്, വിശ്വസ്തതയുണ്ട്. എത്ര പുണ്യങ്ങളാ! ഇപ്പം പുണ്യങ്ങൾ എപ്പോഴും വളരണത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പരാധീനതകളും പരിമിതികളിൽ നിന്നുമാണ് കേട്ടോ. കൈയിടിച്ച് കർത്താവ് മനസ്സിലായില്ലേ? ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ പരാധീനതയും പരിമിതികളിൽ നിന്ന് നമ്മൾ മുതലാക്കാൻ നോക്കണം. നമ്മൾ ആത്മാവിൽ വളരണത്, കൃപയിൽ വളരണത് നിന്റെ ജീവിത പങ്കാളിയുടെ പരാധീനതയിൽ നിന്നും പരിമിതികളിൽ നിന്നുമായിരിക്കും. അപ്പോഴതുകൊണ്ട് പരിമിതികളെ ഓർത്ത്, ബലഹീനതയെ ഓർത്ത് നീ സ്തുതിക്കണം. നിന്റെ ജീവിത പങ്കാളിക്ക് പരിമിതികളുണ്ടെങ്കിൽ ബലഹീനതയെ ഓർത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഒരു വചനം വരുമ്പോൾ അടുത്ത വചനം പരിശുദ്ധാത്മാവ് ചേടിക്കൊണ്ട് വരികയെ. 2 കൊരിന്ത്യർ 12:9 ബലഹീനതയിൽ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഗലാത്യർ ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ,
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ന്യൂനതകളും, ജീവിത പങ്കാളിയുടെ ന്യൂനതകളും നമുക്ക് എണ്ണി എണ്ണി തലക്ക് പ്രാകാനുള്ളതല്ല, ശാപമല്ല. ശാപത്തെ എല്ലാം ഇനി ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്നാണ് ഈശോ പറയണത്. സുഖലോലുപത മധ്യാസത്തെ ജീവിത വ്യഗ്രതയാണ് ഹൃദയത്തെ ദുർബലമാക്കണം. നമ്മൾ കണ്ടു 21:34 ലൂക്കായുടെ സുവിശേഷം. എന്തൊക്കെയാണ് സുഖലോലുപത? മധ്യാസക്തി, ജീവിത വ്യഗ്രത. ഈ ജീവിത വ്യഗ്രത എന്ന് പറഞ്ഞാൽ എന്നാണെന്നാണ് വിചാരിക്കണത്? ജീവിത വ്യഗ്രത ഹൃദയം ദുർബലമായി കളയും. ഇന്നാളൊരു ചേടത്തി വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ചേടത്തിയല്ല, ഒരു മോള്. എന്തിനാ വന്നെന്നറിയാവോ? അവൾക്ക് അപ്പം തന്നെ മാറി താമസിക്കണം. ഒരു കുഞ്ഞുമായിട്ട് അവൾ പെറ്റ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം അവിടുത്തെ കുറച്ച് ഞെരുക്കങ്ങൾ ആ വീട്ടിലുണ്ട്. പക്ഷെ അവൾക്ക് അപ്പം തന്നെ മാറി താമസിക്കണം. ആ ഞെരുക്കങ്ങൾ ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എങ്ങനെ മാറി താമസിക്കും? അതെൻ്റെ പൊന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഇനി ജനിക്കാൻ പോണ പെങ്കൊച്ചാണെങ്കിൽ നീ എന്ത് ചെയ്യും? നമ്മുടെ ഇവർക്കൊക്കെ ഈ പഠിപ്പേ ഉള്ളേ. പഠിപ്പുള്ളവർ മാത്രമൊന്നും ആകത്തില്ല. നല്ല പഠിപ്പുണ്ട് പിള്ളേർക്കല്ല, പക്ഷെ ഒരു വിവേചനമോ എന്തോ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ പൊടിക്കുഞ്ഞുമായിട്ട് ഇപ്പം തന്നെ ഒരു അരിശത്തിന് ആറ്റി ചടാൻ പോവുകയാണ്, മാറി താമസിക്കാൻ പോവുകയാണ്. മാറി താമസിക്കുമ്പോൾ എന്താ വരാൻ പോണത്? ഇവിടെ കനങ്ങാൻ പോയി പൊടിക്കുഞ്ഞിനെ അവിടെ മാറി താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് ശത്രുവാണെങ്കിലും അമ്മായിയമ്മ ഇവിടെ ഉണ്ടാകണം. ഒരു കൈതാ നമുക്കൊന്ന് ബാത്റൂമിൽ പോകണവനെ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കും? നമ്മൾ ഒരു ചിന്തയുമില്ലേ? അപ്പോഴ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെന്ന് അപ്പം തന്നെ അങ്ങ് ചാടിക്കേറി ഓരോ തീരുമാനം എടുക്കുകയാണ്. ഇനി ഈ പെട്ടവരൊക്കെ കൊണ്ട് വിറ്റിട്ട് വല്ല വെള്ളക്കുഴിയും മേടിച്ചിട്ട് അവിടെ മണ്ണ് ചുവന്ന് മരിക്കുന്ന മനുഷ്യരെ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ അരിശത്തിന് ചെയ്യണം. വ്യഗ്രത എന്ന് പറയും. ഈ വ്യഗ്രത, ഓരോ വ്യഗ്രതയ്ക്ക് വേണ്ടി, ഈ വ്യഗ്രത എന്ന് പറയുന്നത് വലിയൊരു കുഴപ്പം പിടിച്ച സംഭവമാണ് കേട്ടോ. കാര്യം ഓരോ ആൾക്കാരൊക്കെ സ്ഥലവും വിറ്റ് ദുബായിൽ പോയതൊക്കെ വ്യഗ്രത കൊണ്ടാണ്. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, നീ ബാംഗ്ലൂർ പോകണ്ട, ബാംഗ്ലൂരല്ല വർക്ക് ചെയ്യേണ്ടത്, നീ കൊച്ചി വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മാത്യൂസ്, അദ്ദേഹത്തെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? ആ മനുഷ്യൻ എന്നോട് വന്ന് ചോദിച്ചതാണ്, അച്ഛാ എനിക്ക് നല്ല ഉയർന്ന ശമ്പളത്തിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ വർക്ക്, എൻ്റെ ശമ്പളം കൂട്ടണം. അപ്പോൾ മെസ്സേജ് എടുത്തപ്പോൾ ഔട്ട് ഓഫ് ബാംഗ്ലൂർ സെറ്റ് ചെയ്ത് വന്ന്. നമുക്ക് 3 മെസ്സേജ് ഉണ്ട്, 3 തരാം. ഒന്ന് ചാർട്ടിംഗ് മെസ്സേജ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് കാര്യം പറയും. രണ്ടാമത്തത് ദർശനപരം. മൂന്നാമത്തത് ബിബ്ലിക്കൽ വേഡ് മിഷൻ മെസ്സേജ്. അപ്പം ഇതിലൂടെ ഈ ഇദ്ദേഹത്തിന് പറയുന്നത് ചാർട്ടിംഗ് മെസ്സേജാണ്. ബാംഗ്ലൂർ ഔട്ട് ഓഫ് ദി സിറ്റി സെറ്റിൽ ചെയ്ത് വന്ന്. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ നിങ്ങളില്ലല്ലോ, നിങ്ങളുള്ളത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കമ്പനിക്ക് ഇവിടെ ഓഫീസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. എന്താണ്? കൊച്ചിയിൽ ബാംഗ്ലൂരുള്ളതിനെ കൂടുതൽ കാശ് കിട്ടുന്ന രീതി കൊച്ചിയിൽ കർത്താവ് സെറ്റ് ചെയ്യും. എൻ്റെ മക്കളെ എല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. യേശു ക്രിസ്തു എല്ലാമാണ്. കൈയടിച്ച് കർത്താവ് യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയത് സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാ. സ്വയം ഭോജ്യമായി നൽകിയത് സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും മാറേണ്ടത് ഈ വ്യഗ്രതയാണ് കേട്ടോ. ഇപ്പം കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പ്രഗ്നൻ്റ് ആണ് കാണുമ്പോൾ വ്യഗ്രതയാണ്. ദൈവമേ നമുക്കുണ്ടാകുക ഇല്ലേ, ദൈവമേ ഒരു പൊട്ടൻ കൊച്ചെങ്കിലും തന്നാൽ മതിയായിരുന്നു പറയും. ഇല്ലാത്ത പൊട്ടത്തരങ്ങളൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ തരട്ടെന്ന് പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോരുത്തരും പ്രഗ്നൻ്റ് ആകുമ്പോൾ നീ കിടന്നുകൊണ്ട് വീർപ്പ് മുട്ടരുത്.
മറിച്ച് കർത്താവിന് സമയം കൊടുക്കുക. കർത്താവിന് എപ്പോഴായാലും കർത്താവിൻ്റെ തീരുമാനം. കർത്താവിന് 2 തരത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റും. ഒന്ന്, കൊച്ചിനെ തന്നെ തരാം. നിനക്കറിയാവോ, 6 കൊല്ലം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ആ കുഞ്ഞിനെ വാങ്ങിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ കർത്താവിലേക്ക് എന്താണ് നമ്മൾ വാങ്ങിക്കണത്. പ്രാർത്ഥിക്കാതെ മേടിക്കുന്ന കുഞ്ഞുങ്ങൾ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുകയാണ് കുഞ്ഞുങ്ങളാണ്. നമുക്കൊക്കെയുള്ള കുഴപ്പമൊന്നും നമ്മൾ പലരും പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിപ്പോയവരാണ്. എന്താ, നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, പിറ്റേ ദിവസം തന്നെ അവർ പ്രഗ്നൻ്റ് ആയി. എന്തിനാ ഇത്? മക്കളില്ലാത്തവരെ സംബന്ധിച്ചുള്ള അവർ രാത്രിയും പകലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് 7 കൊല്ലത്തെ പ്രാർത്ഥന ഒരു കൊച്ച്. അതെന്തൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നത്തിൽ? നിങ്ങൾ പീര തേങ്ങ ചിരണ്ടുന്ന ആൾക്കാരല്ലേ? തേങ്ങ ചിരണ്ടുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ആ പീര നാക്കിന്, അത് ചിരവ നാക്കിന് ഒരു മെഴുക്കലുണ്ടാവില്ല, ഇല്ലേ? നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് 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 കഴിയുമ്പോൾ ഈ 7 ദിവസം കൊല്ലം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന 7 കൊല്ലത്തെ വിശ്വാസം, 7 കൊല്ലത്തെ പ്രത്യാശ, 7 കൊല്ലത്തെ സ്നേഹമൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവുകയാണ്. ഗലാത്യർ 6:18 കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ വരം നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കൈയടിച്ച് കർത്താവ് കൊണ്ടുവരും. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അപ്പോൾ വ്യഗ്രത മാറ്റണം. വ്യഗ്രത എന്ത് പറ്റുമെന്ന് പറയണത്? വ്യഗ്രത ലൂക്ക 21:34 സുഖലോലുപത, മധ്യാസത, ജീവിത വ്യഗ്രത എന്നിവയാ ഹൃദയം ദുർബലമാകുമ്പോൾ ആത്മാവ് നിർവീര്യമായി പോകും. ആത്മാവ് നിർവീര്യമായ പിന്നെ ഓർമ്മപ്പെടുത്താൻ ആരെയും കിട്ടത്തില്ല. ഓരോ വിഷയം വരുമ്പോൾ ഓർമ്മപ്പെടുത്തണം. എന്തിനാ ഓർമ്മപ്പെടുത്തണത്? എന്താണ് ഓർമ്മപ്പെടുത്തേണ്ടത്? കഴിഞ്ഞ കാലങ്ങളല്ലേ ഓർമ്മപ്പെടുത്തേണ്ടത്. മുമ്പോട്ട് വരുന്ന കാര്യം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആത്മാവ് ഓർമ്മപ്പെടുത്തേണ്ടത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളാണ് നമ്മുടെ സുവിശേഷം. നമുക്കൊരു സുവിശേഷം പുസ്തകത്തിലുള്ളത് പോലെ തന്നെ വേറൊരു സുവിശേഷം, ജീവിത സുവിശേഷമുണ്ട്. എന്താ? കഴിഞ്ഞ കാലങ്ങൾ. അപ്പോസ്തലന്മാർ തമ്മിൽ നമ്മൾ ഒന്നും എടുക്കാഞ്ഞ കൊണ്ടായിരിക്കും ഈശോ പരിസയുടെ പുളിമാവിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കാം പറയണതല്ലേ. കഷ്ടമായി പോയല്ല, എത്ര പേര് അപ്പവും കൊണ്ട് വീട്ടിൽ പോയി. 12 കൊട്ട എടുത്തിട്ട് എവിടെ വെച്ച് ചെയ്യും? ആ നാട്ടിൽ വെച്ചാ. ഇവരെല്ലാം കൂടി തർക്കമാണ്. അപ്പോൾ ഈശോ ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്തിനാ അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് തർക്കിക്കണം? എന്തിനാ? 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോയപ്പോൾ എത്ര കൊട്ടം ശേഖരിച്ച്? 7 അപ്പം 4000 പേർക്ക് വേണ്ടി തീറ്റിപ്പോയപ്പോൾ എത്ര കൊട്ടം ശരി? ഒന്ന് ഓർത്ത് നോക്കൂ. പഴയ അനുഗ്രഹങ്ങൾ ഓർത്ത് നോക്കാൻ പിടികിട്ടില്ലേ? പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്തിനാണ്? നമ്മൾ എന്തിനാ പരിശുദ്ധാത്മാവ് ഉള്ളത്? പഴയ അനുഗ്രഹങ്ങളെ ഓർത്ത് നോക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും ഓളോണേ സഡൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൂലെന്ന് പൊട്ടി വീണ ആൾക്കാരാണോ? അല്ല. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ദുഃഖകാലങ്ങളിലും സ്കൂൾ ജീവിത കാലങ്ങളിലും കല്യാണ കാര്യങ്ങളിലും കുടുംബജീവിത കാലങ്ങളിലും എല്ലാം എൻ്റെ കർത്താവിൻ്റെ സഹായത്തിലുണ്ട്. ആ കർത്താവിന് മാറ്റമില്ല. കർത്താവിന് ജീവിക്കണമെങ്കിൽ ഞാൻ നേടും. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഈ വ്യഗ്രത എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും, ഞാനിപ്പോഴൊരു 10-21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ആധ്യാത്മിക അപകടം എന്ന് പറയുന്നത് വ്യഗ്രതയാണ്. ജോലി, വീട്, സ്ഥലം, രോഗസൗഖ്യം എല്ലാത്തിനും ഒരു വല്ലാത്ത വ്യഗ്രത. ഈ വ്യഗ്രതകളുടെ മേലെ കർത്താവിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ഭാഷാപരം ശ്രദ്ധിക്കട്ടെ. കർത്താവ് വിശ്വസിച്ചായി വ്യഗ്രതകളുടെ മേലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. കർത്താവ് വ്യഗ്രതകളുടെ മേലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ഈശോയെ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാനുള്ള സൗഖ്യം കർത്താവ് നൽകുന്ന പ്രാർത്ഥന. ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകുന്ന സമയം വരെ കാത്തിരിക്കാനുള്ള മനുഷ്യൻ്റെ ക്ഷമതയാണ് വ്യഗ്രതയ്ക്കെതിരായിട്ടുള്ള പുണ്യം എന്ന് പറയുന്നത്. വ്യഗ്രത കൂടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പോൾ IVF എന്തെല്ലാം തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. എല്ലാത്തിനും 6 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ്. അപ്പം നീ ഒന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ചിലപ്പോൾ IVF UF ഒന്നും പോകാതെ തന്നെ കർത്താവ് നിന്നെ കുഞ്ഞിനെ തരുമെങ്കിൽ വ്യഗ്രത കൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടാകണത്?
എത്ര പെണ്ണുങ്ങളാണെന്നറിയാമോ മാറി താമസിക്കാൻ വേണ്ടി കടം മേടിച്ചും അതുപോലെ തന്നെ മാല പണയം വെച്ചും പലിശക്ക് വാങ്ങിച്ചും വീടൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ വീട് വെച്ച ആൾക്കാരെ കാണാനല്ല, പിന്നീട് ഗവൺമെൻറ് വീട് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അയ്യോ ഞങ്ങൾ വീട് വെച്ച് പോയല്ല എന്ന് പറയണത്. അതാണ് വ്യഗ്രത എന്ന് പറയണത്. ഇപ്പം ഗവൺമെൻറ് വെറുതെ വീട് വെച്ച് കൊടുക്കണത്. നമ്മൾ ഒരു 2 കൊല്ലം ക്ഷമിക്കാൻ പറ്റില്ല എന്ന കാരണം താലിമാലയും വെച്ച് വീട് വെള്ളം മോതിരം എല്ലാം ഒരുക്കി വിറ്റ് കടവും മേടിച്ച് വീട് വെച്ചിരിക്കണം. അപ്പം അയ്യടാന്നായിപ്പോയി. എന്താ ഇപ്പം നഷ്ടമായില്ലേ, കഷ്ടമായില്ലേ? അതാണ് വ്യഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ വ്യഗ്രത നിസ്സാര കാര്യമല്ല. നമ്മൾക്ക് ഈ വ്യഗ്രത പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ആത്മാവ് നിർവീര്യമാക്കണത് എന്താണ്? വ്യഗ്രതയാണ്. ആത്മാവ് ഇറങ്ങിപ്പോയി എന്ത് സംഭവിക്കും? ഓർമ്മപ്പെടുത്തലുണ്ടാകത്തില്ല. കഴിഞ്ഞകാല സുവിശേഷമുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളില്ലേ കഴിഞ്ഞ കാലത്തെ? അതാണ് കഴിഞ്ഞകാല സുവിശേഷം എന്ന് പറയുന്നത്. കഴിഞ്ഞകാല സുവിശേഷത്തിലെ നിന്റെ വീണ്ടെടുപ്പിൻ്റെ വഴികളുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് അത് കെണി പോലെ വന്ന് വീഴുവെന്ന്. വ്യഗ്രത എന്താണ്? മുത്തടൻ അച്ഛൻ്റെ ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ അച്ഛൻ നല്ല സുന്ദരമായിട്ട് ചെയ്ത്. POC ബൈബിളിനേക്കാൾ ചില ഭാഗങ്ങൾ മുത്തടൻ അച്ഛൻ്റെ പഴയ ബൈബിളിലാണ് നല്ലത്. അച്ഛൻ എന്താ പറയുക? സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി എന്നിവ നിങ്ങളുടെ ഹൃദയം അന്ധമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ഹൃദയം നിർവീര്യമായി കഴിഞ്ഞാൽ കെണി വീഴുമെന്ന് അർത്ഥം. അപ്പം നിസ്സാരമല്ല. ഹൃദയം നിർവീര്യമായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പോകുമെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? ഇപ്പോഴെന്താ പറയണത്? ഹൃദയം നിർവീര്യമായി കഴിഞ്ഞാൽ കെണി വീഴുമെന്ന്. കെണി എന്ന് പറഞ്ഞാൽ എന്താ? എലിക്കണിയൊക്കെ ഇല്ലേ? എലിക്കണി, പഴക്കണിയൊക്കെ ഇല്ലേ? അത് പെട്ടെന്ന് ആകസ്മികമായിട്ട് നമുക്കൊരു മുന്നൊരുക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുന്നതിനാണ് കെണിയെന്ന് പറയുന്നത്. അപ്പോൾ നിസ്സാരമല്ല ഈ സംഭവം. ഹൃദയം നിർവീര്യമായ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത വന്നാൽ കെണി വീഴുമെന്നാണ് കർത്താവ് ചോദിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ എന്താ കർത്താവ് ചോദിച്ചത്? സിലോഖയിലെ ഗോപുരം വീണ് 18 പേര് മരിച്ചില്ലേ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ മരിക്കുമെന്ന്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മകനെ ഗോപുരം വീണെന്ന് കഴിഞ്ഞാൽ കെണി വീണതുപോലല്ലേ അവർ? കെണിയിലായി പോയില്ലേ 18 പേര്? ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ. ചിലർ വിചാരിക്കും ഒരു കട നടത്താം, ചില ആൾക്കാർ വിചാരിക്കും ഒരു കരിക്കച്ചവടം നടത്താം, ചില ആൾക്കാർ വിചാരിക്കും ഒരു മെഴുതിരി കച്ചവടം നടത്താം, ചില ആൾക്കാർ വിചാരിക്കും നമുക്ക് സ്വർണം എടുക്കാം. ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ പ്രാർത്ഥനാപൂർവ്വമല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ കെണിയായി മാറും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ കടം കയറി മുടിഞ്ഞിരിക്കണം എന്താണ്? ഓരോരോ തീരുമാനം എടുത്തിട്ടല്ലേ? അതുകൊണ്ടല്ലേ ഈ കൗൺസിലിംഗ് വരണത്. ഇപ്പോഴേ കൗൺസിലിംഗ് വെച്ചിരിക്കണത് എന്തിനാണ്? ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള പോലെ തോന്നിയവാസം അവരുടെ ജഡിക അരൂപിക്ക് സമ്മർദ്ദം കൊണ്ട് തെറ്റായ തീരുമാനമെടുത്ത് വീണ്ടും കടക്കാരായി മാറാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ വ്യക്തത നമുക്ക്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ്! കൃപാസനം പോലെ എത്ര ധ്യാനകേന്ദ്രങ്ങളാണ് ഉള്ളത് കർത്താവിൻ്റെ ആലോചന പറയാനിരിക്കുന്നവർ. അപ്പം കൃപാസനത്തിൽ വരുമ്പോഴും നമുക്ക് ഒരു മെത്തേഡല്ല, 3 4 കൃപാസനത്തിൽ വന്നുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ നിങ്ങൾക്കറിയാം. ഈ സാക്ഷ്യം 20 സാക്ഷ്യം 22 സാക്ഷ്യം അത്രയും സാക്ഷ്യം തന്നെ ആദ്യ ചൊവ്വാഴ്ച ഉണ്ടായി. ഇതിൻ്റെ പകുതിയും 3/4 സാക്ഷ്യവിന് ഒരു 100 സാക്ഷ്യമെങ്കിലും ഒരു മാസം വെടിക്കെട്ട് സൂപ്പർ സാക്ഷ്യം വരും. അതിൻ്റെ അർത്ഥം എന്താണ്? പല തരത്തിലാണ് ദൈവഹീല്. ഒലിവെണ്ണ കൊണ്ട് ഹീൽ ചെയ്തവർ, പത്രം കൊണ്ട് ഹീൽ ചെയ്തവർ, ഉടമ്പടി പ്രാർത്ഥന കൊണ്ട് ഹീൽ ചെയ്തവർ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് ഹീൽ ചെയ്തവർ, ആദ്യവാഴ്ച ഒന്ന് ഹീൽ ചെയ്ത്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിയെടുത്ത് കൊണ്ട് റാലിക്ക് വെച്ച് കർത്താവ് ഹീൽ ചെയ്യും. റാലിയുടെ സാക്ഷ്യം വരാൻ പോണതേ ഉള്ളൂ. ഇനി അടുത്ത മാസമൊക്കെ വരുമ്പോൾ നിങ്ങൾ റാലിക്ക് കിട്ടിയ സാക്ഷ്യം പറയണം. ഈ സാക്ഷ്യത്തിൻ്റെ ഉള്ളിലെല്ലാം കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് തീരുമാനം എടുക്കാനുള്ള വ്യക്തതക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അച്ഛനെ വന്ന് കാണാം. ഇവിടെ കൗൺസിലേഴ്സ് 22 പേര് ഉണർന്നിരിക്കുക നിങ്ങൾക്ക് ആലോചന ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലമായി മാറിയപ്പോൾ കൃപാസനം. കൗൺസിലേഴ്സിനാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത് കൊണ്ട് അവർക്ക് യൂണിഫോം കൊടുത്തിരിക്കുകയും അവർ യൂണിഫോം ഇട്ട കൃപാസനത്തിലേക്ക് കൗൺസിൽ ചെയ്യത്തുള്ളൂ. അവർക്കെന്നെ സ്പെഷ്യൽ ക്ലാസ് കൊടുത്ത് വെച്ചിരിക്കുകയും എല്ലാ ദിവസവും കൗൺസിലിംഗ്, എല്ലാ ദിവസവും ആൾക്കാർ കൗൺസിലിങ്ങിന് വരുന്നു, എല്ലാ ദിവസവും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നു, എല്ലാ ദിവസവും ആൾക്കാർ ദൈവാലോചന ചെയ്യുന്നു. കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാര്യം അപമാന പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഈ മാറ്റമെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴെനിക്ക് തോന്നിയ ദൈവമേ ഇതാണ് സമയം. 10 കൊല്ലത്തോളം നമ്മളത് പതുക്കി വെച്ചില്ലേ, അതിൻ്റെ ഫലം നമുക്കുണ്ടായി. എന്താണ്? 10 കൊല്ലത്തെ വളർച്ച മുരടിച്ചു പോയി. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വാടിപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ എന്നെ അകത്ത് കയറ്റാതെ അമ്മ പുറത്ത് നിർത്തിയിട്ട് ശാസിച്ച് പറഞ്ഞു വിട്ടില്ലേ. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ചായ സണിയും കൂടി കൊണ്ടുവന്ന് അമ്മ എന്ത് ചെയ്യണമെന്ന് ഒരു കുന്തം അറിയാൻ പാടില്ല. അമ്മ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്, ഇവിടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി രൂപം വെച്ചിരിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ വാടിപ്പെട്ടിരുന്ന് പോകുന്ന 15 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയത്. അത് ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം സാക്ഷ്യത്തിന് നിലവാരം മാറിയത്. നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. പണ്ടത്തെ സാക്ഷ്യവും
ഇപ്പോഴത്തെ സാക്ഷ്യം കൂടി നോക്കിയാൽ മതി. ഇപ്പം ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ, മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. സ്തുതിക്കട്ടെ, നന്ദിയോടെ സ്തുതിക്കട്ടെ. എഴുന്നേൽക്കുക. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിലെല്ലാം ഇറങ്ങിച്ചെന്നുകൊണ്ട് ഭാവി ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പരാധീനതകളെ എങ്ങനെ പുണ്യമാക്കി മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷ വേല പരിശുദ്ധാത്മ പരിസമാപ്തിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭാഷാപരത്തെ ശ്രദ്ധിക്കട്ടെ. യാസീരി ആറാറാമി ഓരോരോ വിഷയത്തിലൂടെയൊക്കെ പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവ് ആശീർവദിച്ചുകൊണ്ട് അമ്മ വഴി നമുക്ക് തരും. കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അന്ധന് കാഴ്ച നൽകിയവനെ, സ്വരത്തിൽ എല്ലാവരും ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാനാവിധത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും 1 കൊരിന്ത്യസ് 1:4 അനുസരിച്ചുകൊണ്ട് കർത്താവ് അങ്ങ് സുഖപ്പെടുത്തണമേ. നെഞ്ചുവേദനക്കാരെ സ്പർശിക്കണമേ, കരള് വേദനക്കാരെ സ്പർശിക്കണമേ, ഫാറ്റി ലിവറുള്ളവരെ സ്പർശിക്കണമേ, കിഡ്നി വേദനക്കാരെ സ്പർശിക്കണമേ, ക്രിയാറ്റിൻ കൂടുതലുള്ളവരെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ സ്പർശിക്കണമേ, ഷുഗർ രോഗികളെ സ്പർശിക്കണമേ, തലവെട്ടി പുളക്കുന്നവരെ സ്പർശിക്കണമേ, മാറാത്ത പനിയുള്ളവരെ സ്പർശിക്കണമേ, മാറാത്ത ജലദോഷമുള്ളവരെ സ്പർശിക്കണമേ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ, പേശി രോഗികളെ സ്പർശിക്കണമേ, അർജി രോഗികളെ സ്പർശിക്കണമേ, മുടി കൊഴിയുന്നവരെ സ്പർശിക്കണമേ, വാതരോഗികളെ സ്പർശിക്കണമേ, ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ, തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ, ടോൺസിൽ രോഗികളെ സ്പർശിക്കണമേ, അർജി രോഗികളെ സ്പർശിക്കണമേ, ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ, ഭ്രാന്തുള്ളവരെ സ്പർശിക്കണമേ. ഈശോയെ ഈശോയെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവരെ സ്തുതിക്കുന്ന കർത്താവേ, ആമേൻ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, വാതരോഗികളെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, നടുവേദനക്കാരെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഓർമ്മക്കുറവുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, നടക്കാൻ പറ്റാത്തവരെ, നടക്കുമ്പോൾ കിതക്കുന്നവരെ, ഉറക്കക്കുറവുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കണമേ. കർത്താവെ, ഭവനരഹിതരുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. മക്കളില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവിന്റെ ശക്തിയൊക്കട്ടെ, കർത്താവിന്റെ ശക്തിയൊക്കട്ടെ, കർത്താവിന്റെ ശക്തിയൊക്കട്ടെ, കർത്താവിന്റെ ശക്തിയൊക്കട്ടെ. അസ്ഥി രോഗങ്ങള്, മാംസരോഗങ്ങള്, മജ്ജയുടെ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, കുടൽ രോഗങ്ങള്, അൾസർ രോഗങ്ങള്, അർസസ് രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള് ഈശോ സ്പർശിക്കണമേ. ദൈവത്തിന്റെ ശക്തി തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓരോ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവര്, വിദ്യാഭ്യാസപരമായിട്ട് ഒരു മുന്നോട്ട് മേൽഗതി ഇല്ലാതെ വിഷമിക്കുന്ന മക്കള്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര്, ടെസ്റ്റ്, IELTS, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ പങ്കെടുക്കാൻ പോകുന്നവർ, അവർക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാര്യം ഒത്തിരിയേറെ മക്കൾക്ക് കർത്താവ് ജോലി കൊടുക്കും, കൃപാസനം വഴി ജോലി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 2 കാര്യങ്ങൾ. അതായത്
ഒത്തിരിയേറെ ആൾക്കാർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥികർത്താവായ ദൈവമേ, ടെസ്റ്റ് എഴുതുന്നവരെ, ഇന്റർവ്യൂവിന് പോകുന്നവരെ കർത്താവ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ യോഗ്യതയില്ലാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു പണി അന്വേഷിക്കുന്നവരെ എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ, കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ഈശോ ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവരെ കർത്താവ്, തെറ്റായ പ്രേമബന്ധങ്ങളില് കുടുങ്ങിപ്പോയവരെ, സാമ്പത്തിക കടങ്ങളാല് പൊറുതിമുട്ടിയവരെ, ഉറക്കമില്ലാത്തവര്, ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തവര്, മദ്യപന ആസക്തികള്, പലതരത്തിലുള്ള ആസക്തികള്, അകലങ്ങളിൽ പോയിട്ട് കുടുംബമായിട്ട് ബന്ധമില്ലാത്തവര്, നഷ്ടപ്പെട്ടു പോയവര്, ഒളിച്ചോടി പോയവര്, കാണാതെ പോയവര്, മരിച്ചുപോയവർ, അമിതമായ ദുഃഖം സൂക്ഷിക്കുന്നവര് കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, ഓരോ മകന്റെ മേലും കർത്താവിന്റെ ശുദ്ധിയുടെ നടുവിലെ മേൽ, അസ്ഥികളുടെ മേൽ, പേശികളുടെ മേൽ, പദവിന്റെ മേൽ കൈവർത്താൻ പറ്റാത്തവര്, ഇരിക്കാൻ പറ്റാത്തവർ, കിടക്കാൻ പറ്റാത്തവർ, ഉറക്കം വരാത്തവരുടെ മേലെല്ലാം യേശു ക്രിസ്തുവിന്റെ വലിയ ശക്തി. ഈശോ സാമ്പത്തിക കടങ്ങള്, ദുർബലമായ കള്ളക്കേസുകൾ, ഓരോ വീടുകളിലും ആയിട്ടുള്ള വിഷയങ്ങൾ, ഗുരുപരമായ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ഹരിദാസിക വിഷയങ്ങൾ, യേശു ക്രിസ്തുവിന്റേതുമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കൃഷിന്റെ അടയാളത്തിൽ, ദൈവത്തിന് ശക്തിയാൽ മാർഗരോഗങ്ങൾ, നിരാവ്യാധികളെ, ഈ ദുരിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടുന്നു. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടുന്നു. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹക്കുറവ്. ജീവിതം പൊറുതിമുട്ടിയ പോലെ തോന്നുന്ന ഒരവസ്ഥ. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പിരിയൻ്റെ വക്കിലെത്തിയ മാതാപിതാക്കന്മാരുണ്ട്. അവർ മാതാപിതാക്കന്മാരാണ്. അവരിപ്പോഴും കൊച്ചുകളിയും കളിച്ച് ഭാര്യാഭർത്താക്കന്മാരും നടക്കുകയാണ്. അവർ മാതാപിതാക്കന്മാരാണ്. കുഞ്ഞുങ്ങളെ കൊല ചെയ്ത് മാത്രമേ അപ്പനും അമ്മനും പിരിയാൻ പറ്റത്തുള്ളൂ. അത്രയും ദുഷ്ട തീരുമാനത്തിന് പിന്തിരിയാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പല്ല് അടർന്നു പോയവര്, പല്ല് അടർന്ന് തേഞ്ഞു പോകുന്നവര്, സ്ഥിരമായിട്ട് അസ്ഥി ശോഷിക്കണം ഉണ്ടാകുന്നവര്, അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി തേയ്മാനം ഉണ്ടാകുന്നവര്, അസ്ഥിക്ക് കാൽഷ്യം കുറഞ്ഞിട്ട് കാൽഷ്യം പിടിക്കാതിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ. നിമിഷമൗനമായി എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഇന്ന് വന്നത്, നിങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങളെല്ലാം അച്ഛൻ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓർത്ത് കർത്താവിന് സമർപ്പിക്കാം. അപ്പോഴച്ഛൻ സമർപ്പിച്ചോളൂ. നിങ്ങളിപ്പോൾ അത് ഓർക്കുക. നിങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം, കർത്താവേ, ഇത് നടന്നു കഴിഞ്ഞ് ഞാൻ അങ്ങയുടെ സന്നിധാനത്ത് കയറുന്ന സാക്ഷ്യം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. മൗനമായി നിങ്ങൾ വന്നിരിക്കുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. വിൽപ്പന നടക്കേണ്ട എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അവനുമായി പ്രാർത്ഥിക്കട്ടെ. കേസുകളിലോ കള്ളക്കേസുകളിലോ ഗവൺമെൻറ് വഴി രേഖാമൂല്യമുള്ള തകരാറുകൾ, പൊക്കോരോ ചെയ്ത് കിട്ടാത്തവർ,
മറ്റു പല പേപ്പറുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ കയറി ഇറങ്ങി വിഷമിക്കുന്നവർ, അവിടെ എല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഭക്ഷണം കഴിക്കാത്ത മക്കൾ, ക്ലാസ്സിൽ പോകാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സന്തോഷമായി നേർച്ച വസ്തു കയ്യിലെടുക്കുക. ഏറ്റവും വലിയ നേർച്ച വസ്തു എന്താണ്? പത്രം. കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തുവാണ് പത്രം. പത്രം എന്തിനുള്ളതാണ്? പ്രേക്ഷിത ജോലിക്ക്. ഏറ്റവും വലിയ നേർച്ച വസ്തു പത്രമാണ്. പത്രം പ്രേക്ഷിത ജോലിക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. കർത്താവിനെ അറിയാത്ത അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പൊതുജനങ്ങൾ വരുന്ന അത്രയും സ്ഥലങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് പത്രം വാങ്ങിച്ച് വെക്കേണ്ടതാണ്. അതാണ് കൃപാസനത്തിൻ്റെ നേർച്ച. നിങ്ങൾ അർത്തിങ്കപ്പള്ളി ചെന്നാൽ അമ്പമ്പിലും നേർച്ചെടുത്ത് കൊടുക്കും. കൃപാസനത്തിൽ വന്നാൽ പത്രം മേടിച്ച് കർത്താവിനെ അറിയിക്കും. വലിയ സംഭവമാണ്. ഇവിടെ സാക്ഷ്യം പറഞ്ഞ എല്ലാ സഹോദരനും പറഞ്ഞില്ലേ, എനിക്ക് ഇന്നയാളാണ് പത്രം തന്നത്, ഇന്ന പത്രം വഴിയാണ് ഞാൻ കർത്താവിൻ്റെക്ക് വന്നതെന്ന്. അപ്പോൾ അത് നിങ്ങളോ ആരോ വഴിയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ആ അനുഗ്രഹം നിങ്ങൾക്കും അതുപോലെ തന്നെ കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഈ നേർച്ച കൊണ്ട് ഒരിക്കലും അവസാനിക്കണില്ല. കർത്താവിൻ്റെ അനുഗ്രഹം ഒരിക്കലും അവസാനിക്കാത്ത അനുഗ്രഹമാണ് പത്രം വഴി ചെയ്യണത്. അറിഞ്ഞവരെ ആഴപ്പെടുത്താം പത്രം കൊടുത്ത്. അത് ഇടവക പള്ളികളിൽ വെച്ചാൽ മതി. പത്രം കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് അച്ഛനെ കാണണമെങ്കിലും കാണാൻ പറ്റും. പത്രത്തിൻ്റെ ചീട്ടുണ്ടായാൽ മതി. ഇപ്പോഴച്ഛൻ്റെ പള്ളിയിൽ വരുമ്പോൾ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ആഴ്ചയാണ് കൗൺസിലിംഗ് ഉള്ളത്. തിങ്കൾ, ബുധൻ, വെള്ളി. ഈ തിങ്കൾ, ബുധൻ, വെള്ളി പരമാവധി അച്ഛൻ ഇടവകയിലുണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ, പക്ഷേ ഇപ്പം നേരത്തെ വിളിച്ചു ചോദിച്ച ഒരു ഗുണമുണ്ട്. വിളിച്ചു ചോദിക്കുന്നവരുടെ നമ്പർ ഇവിടെ രജിസ്റ്റർ ചെയ്യും. അഥവാ അച്ഛന് എമർജൻസി ആയിട്ട് ബിഷപ്പ് ഹൗസിന് വല്ല അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ അനുസരിച്ച് തിരിച്ച് വീട്ടിലോട്ട് വിളിച്ച് പറയും, ഇന്ന ദിവസം അച്ഛനില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ദിവസം ഇന്ന ദിവസം വന്നാൽ മതി എന്ന് പറയും. അത് വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ കിട്ടണത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. പിന്നെ രണ്ടായിട്ട് തിരിക്കുകയാണ് ആൾക്കാർ. അതായത് ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയായവരും പൂർത്തിയാകാത്തവരെയും ആയിട്ട് തിരിക്കും. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ രണ്ടായിട്ട് ആൾക്കാരെ തിരിക്കും. ഒന്ന് ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയായവർ. ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയാകണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. 3 പാപങ്ങൾ ഉപേക്ഷിക്കണം, 3 ഉപവാസം കഴിക്കണം, 3 പ്രാർത്ഥന കൂടണം, പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്ത് ചീട്ട് വാങ്ങിക്കണം. അപ്പോഴാണ് ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന 4 കാര്യം നിർവഹിക്കുമ്പോഴാണ് ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയാകണത്. ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയാകുന്നവർ അച്ഛൻ മേടയിൽ കൗൺസിൽ ചെയ്യും. കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറയാം. തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ചോദിക്കാം. പൈസ കൊടുക്കുക, വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചും വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും.